ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യയുടെ തന്നെ ഒരു ബെയർ ബാഗാണ്. ഈ ഒരു ബാഗിന് വേണ്ടി ഈ ഒരു 3 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടൺ 4 പ്ലൈ ആണോ ഏതൊരു യാൺ വെച്ച് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 പ്ലൈ യാൺ വെച്ചാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 4mm ക്രോഷ്യ ഹുക്കാണ്. ആദ്യം തന്നെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ബേസായിട്ട് കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. എന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ബാലൻസ് വർക്കെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് സ്ലിപ്പ് നോട്ട് ചെയ്യുക. 22 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാഗിൻ്റെ ലെങ്ത്ത് വലുതാക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കുറക്കാനൊക്കെ ചെയ്യുന്നതാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ചെറിയൊരു സൈസിലാണ് ഈ ഒരു 22 ചെയിൻ വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിലും ചെറുതാക്കിയാൽ യൂസ്ഫുൾ ആവില്ല. ഇതിലും വലുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസായിട്ട് കൊടുക്കുന്ന ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ കൗണ്ട് കൂടുതൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ബേസായിട്ടൊരു 22 ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇതിൽ നിന്ന് ഫസ്റ്റത്തെ 2 ചെയിൻ നമ്മൾ ലീവ് ചെയ്യുവാണ്. കണ്ടോ, ഈ ഒരു 2 ചെയിൻ ലീവ് ചെയ്തിട്ട് മൂന്നാമത്തെ ആ ഒരു ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഒരു 19 ചെയിൻസിലും നിങ്ങൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 22 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അതിൻ്റെ ലാസ്റ്റത്തെ 2 ചെയിൻ നമ്മൾ ലീവ് ചെയ്യുവാണ്. അതിൻ്റെ മൂന്നാമത്തെ ചെയിൻ തൊട്ട് വർക്ക് ചെയ്യുക. അവിടെ തൊട്ട് ഒരു 19 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തു പോകുന്നത്. ലാസ്റ്റ് നമ്മൾക്ക് ഒരു സ്റ്റിച്ച് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതുവരെ 19 സ്റ്റിച്ചസ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഞാനൊരു 19 ഹാഫ് ഡബിൾ ക്രോഷ്യസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ചെയിനും കൂടെ ബാലൻസ് വരുന്നുണ്ട്. ഇനി അതിലേക്കാണ് ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലാസ്റ്റ് ചെയിനായിട്ട് വരുന്നത്. ഈ ഒരു ലാസ്റ്റ് ചെയിനിലേക്ക് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ, ആ ഒരൊറ്റ ചെയിനിലേക്ക് തന്നെയാണ് നമ്മൾ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ശ്രദ്ധിക്കുക, ആ ഒരു ലാസ്റ്റ് ചെയിനിലേക്ക് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു ചെയിൻ കംപ്ലീറ്റ് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ആ നെക്സ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 18 ചെയിൻസിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആ ഒരു സൈഡിലേക്ക് 18 ചെയിൻസിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു 18 ചെയിൻസിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾക്ക് ലാസ്റ്റ് ഒരു ചെയിൻ ബാലൻസ് വരും. ആ ഒരു ചെയിനിലേക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സിംഗിൾ ചെയിനിലേക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ 44 ഹാഫ് ഡബിൾ ക്രോഷ്യസ് ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ റോവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ടുള്ള കൗണ്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും കൺഫേം ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ലാസ്റ്റത്തെ ആ ഒരു ചെയിനിലേക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് ആ ഒരു റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് വേണം ചെയ്തു പോകാൻ. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 20 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്തെടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ വരെയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോവുക. വി സ്റ്റിച്ച് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം, അത് മറന്നു പോകരുത്. അങ്ങനെ ആ ഒരു 20 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ഒരു ഒറ്റ ചെയിനിൽ തന്നെ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇൻക്രീസ് ചെയ്തെടുക്കുക. അതായത് ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 2 വട്ടം ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ ഒരു ചെയിനിൽ 20 ഹാഫ് ഡബിൾ ക്രോഷ്യ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതിനാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 2 ചെയിനിൽ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഒരു 2 ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ നമുക്ക് 4 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി ബാലൻസ് ഒരു 20 ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തെടുക്കുക. നെക്സ്റ്റ് വരുന്ന ആ ഒരു സ്റ്റിച്ച് തൊട്ടിട്ട് 20 ഹാഫ് ഡബിൾ ക്രോഷ്യസ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു സൈഡും 20 ഹാഫ് ഡബിൾ ക്രോഷ്യസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡ് പോർഷൻ, ആ കേർവിങ് വരുന്ന ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുക. ആദ്യത്തെ ഒരു ചെയിനിലേക്ക്
ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ നമുക്കൊരു 48 ഹാഫ് ഡബിൾ ക്രോഷ്യ ആ ഒരു സെക്കൻഡ് റൗണ്ടിൽ വേണം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 44 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരുന്നു. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് 48 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് വേണ്ടത്. അങ്ങനെ എപ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൗണ്ട് കറക്റ്റ് ആണെങ്കിൽ ടോട്ടൽ ആ ഒരു പ്രോജക്റ്റ് തന്നെ നീറ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഞാനൊരു 48 ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടെന്ന് കൺഫേം ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു 14 റോസ് വരെ കംപ്ലീറ്റ് ഈ ഒരു 48 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്യുക. അതായത് ഓരോ സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഈ 48 സ്റ്റിച്ചിലും നിങ്ങൾ ചെയ്തെടുക്കുക. വി സ്റ്റിച്ചായിട്ട് എടുക്കാൻ മറക്കരുത്. അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 5 റോസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു അളവിലാണ് കിട്ടുന്നത്. കണ്ടോ, ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഒരു 5 റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ആ റൗണ്ടിൽ 44 ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് റൗണ്ടിൽ അത് 48 ആയി. തേർഡ് റൗണ്ട് തൊട്ട് 14th റൗണ്ട് വരെയും കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെയിനിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 48 ഹാഫ് ഡബിൾ ക്രോഷ്യ, അതായത് ഒരു 12 റോ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന. ഒരു 12 റോ വരെയും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 48 ഹാഫ് ഡബിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു പോകുക. ലാസ്റ്റ് ആ ഒരു എൻഡ് എത്തുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ ഒരു സൈസിലാണ് നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു ബാഗ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ഞാൻ ആ ഒരു ടെയിലെൻഡ് ഇതേപോലെ ഒന്ന് അകത്തേക്കൊന്ന് ആക്കി വെക്കുവാണ്. ഉണ്ടോ, നിങ്ങൾ അവിടെ ചെറിയൊരു ഭംഗിക്കുറവുണ്ടാവും. അത് അതിലേക്കാണ് നമ്മൾ ഇയർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് കവറായി പോയിക്കോളും. കണ്ട് ഈ ഒരു സൈസിലാണ് ഈ ഒരു ബാഗിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇതേപോലത്തെ ത്രെഡും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നോർമലായിട്ടുള്ള രീതിയിൽ അതിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഇയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ മാജിക് റിംഗ് എന്നും പറയും. മാജിക് റിംഗ് ചെയ്യുക. അതിലേക്ക് ഒരു 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആ മാജിക് റിങ്ങിലേക്ക് 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു 8 ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ഫസ്റ്റ് ആ ഒരു ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. അതായത് ഫസ്റ്റത്തെ ഒരു ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ വരുമ്പോൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ ഒരു സെറ്റിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും സെക്കൻഡ് സെറ്റിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരൊറ്റ ചെയിനിൽ തന്നെ. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 12 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ആ ഒരു സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഒരു സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 12 ഹാഫ് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ തേർഡ് റൗണ്ട് എങ്ങനെയാണ് പാറ്റേൺ വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, തേർഡ് ചെയിനിലാണ് നമ്മൾ ഇൻക്രീസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ചെയിനിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിലാണ് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു തേർഡ് റൗണ്ട് നമ്മൾ പാറ്റേൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ഒരു തേർഡ് റോയിൽ വരുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് റൗണ്ടിൽ വരുന്നത് ഫസ്റ്റ് ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ചെയിനിലാണ് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കുന്നത്. അതായത് നാലാമത്തെ ചെയിനിലേക്കാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ല 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരൊറ്റ ചെയിനിൽ എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഫോർത്ത് റൗണ്ട് നമുക്ക് ടോട്ടൽ 20 ഹാഫ് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 5th, 6th, 7th റോ ഒരേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അതായത് ടോട്ടൽ നമ്മൾക്കിപ്പോൾ ഒരു 20 ഹാഫ് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് കിട്ടിയത്. ഇനി ബാലൻസ് ഒരു 3 റൗണ്ടും എല്ലാ ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് 5th, 6th, 7th 3 റോസും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സെയിം 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇയർ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിക്ക് തന്നെ അതിൻ്റെ ആ ഇയർ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുക.
അങ്ങനെ ഞാൻ ഇതിൻ്റെ 2 ഇയറും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള 2 ബെയർ ഇയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ബാഗിൻ്റെ പോർഷനും 2 ഇയറുമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട്, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് തന്നെ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് പോകുക. ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്കും ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ നിന്ന് അങ്ങോട്ടായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. 2 ഇയറും നിങ്ങൾ അതേപോലെ തന്നെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മൗത്ത് പോർഷനാണ്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 2.5 mm ക്രോഷ്യ ഹുക്കാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാജിക് സർക്കിൾ ചെയ്യുക. ഒരു മാജിക് റിങ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 6 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്മൾക്കൊരു 12 സിംഗിൾ ക്രോഷ്യ ആണ് വരുന്നത്. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യോ, പിന്നെ നെക്സ്റ്റിലാണ് ഇൻക്രീസ് വരുന്നത്. അതായത് ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ആ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. കംപ്ലീറ്റ് നമുക്കൊരു 18 സിംഗിൾ ക്രോഷ്യ വരും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന റോയിൽ എന്ന് പറയുന്നത് 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിലാണ് ഇൻക്രീസ് വരുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 24 കിട്ടും. അത് കഴിഞ്ഞിട്ട് വരുന്ന പാറ്റേണും ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരു 3 ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഫോർത്ത് ചെയിനിൽ ഒരു ഇൻക്രീസ് കൊടുക്കുക. ടോട്ടലി നമുക്കൊരു 30 ചെയിൻസ് ആണ് വരുന്നത്, സിംഗിൾ ക്രോഷ്യ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ടേണും കൂടി ചെയ്യാം. ടോട്ടൽ നമ്മൾ ആ ഒരു അത്രയും റോസാണ് ഈ ഒരു പാറ്റേണിലേക്ക് വേണ്ടി ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് 4 സിംഗിൾ ക്രോഷ്യോ പിന്നെ ഒരു ഇൻക്രീസ്, അതായത് 4 സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിലും 5th സ്റ്റിച്ചിലാണ് നമുക്ക് 2 സിംഗിൾ ക്രോഷ്യോ ഒരൊറ്റ ചെയിനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യോ വരുന്ന അത്രയും ഇത് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഒരു ബേസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. തീരെ ബേസ് ഇല്ലാത്തവർക്കായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഞാനൊരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ ആ ഒരു മൗത്തിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ആ ഒരു കംപ്ലീറ്റ് പാറ്റേൺ വരുന്നത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു നോസും മൗത്തും ഒക്കെ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ആ ഒരു പോർഷനിലേക്ക് ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതെന്നാണ് നോക്കുന്നത്. ജസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഭാഗത്താണോ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് പിന്ന് വെച്ചിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. ചുറ്റുമുള്ള ഒരു ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടും കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഓരോ ചെയിനിലും വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. കാരണം ഓരോ ചെയിൻ വെച്ച് ചെയ്താലേ ആ ഒരു നീറ്റായിട്ടുള്ള സ്റ്റിച്ച് വരുള്ളൂ. ഓരോ ചെയിനിലും ആ ഒരു ബാഗിൻ്റെ പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് പതുക്കെ പതുക്കെ നോക്കി സൂക്ഷിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഒരു മൗത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഐസ്, സേഫ്റ്റി ഐസ് തന്നെയാണ് വെക്കുന്നത്. ഈ സേഫ്റ്റി ഐസിൻ്റെ ബാക്കിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ കുറച്ചുണ്ടാവും. അത് നിങ്ങൾ എന്തെങ്കിലും ഫയർ കൊണ്ടിട്ടൊന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉരുകി നോർമലായിട്ട് ഷേപ്പിലേക്ക് വന്നോളും. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇയർ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ നിന്നും കൂടെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, സ്പേസിങ് കറക്റ്റ് ആയിരിക്കണം. ഒരേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. 2 ഇയർ ആദ്യം വെച്ച് നോക്കുക. നിങ്ങൾ വെച്ച് പിടിക്കുന്ന സൈഡ് കറക്റ്റാണോ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ ഞാൻ ആ ഒരു 2 ഇയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗിൻ്റെ പാറ്റേണാണ് ഇത്. മെയിനായിട്ട് കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടമാവുക. ഇതൊരു സ്ലിംഗ് ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് സ്ലിംഗ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ലിംഗ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ബേസായിട്ട് കൊടുക്കുന്നത്. ഞാൻ 146 ചെയിൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 85 ഓർ 83, 85 ആ ഒരു സെൻറ്റിമീറ്റർ അളവിലേക്കുള്ളൊരു സ്ലിങ്ങാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 146, 147 ആ ഒരു റേഞ്ചിലുള്ള ചെയിൻസാണ് ഇതിൽ ആവശ്യം വന്നത്. അപ്പോൾ ഒരു 146 ആണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ 146 ചെയിൻ നിങ്ങൾ എൻ്റെ സെയിം മെഷർമെൻറ്റ്സിൽ തന്നെയാണ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ ഇതിലും വലുതാക്കി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയിൻസിൻ്റെ കൗണ്ട് കൂട്ടാവുന്നതാണ്.
അങ്ങനെ ഞാൻ ടോട്ടൽ ഒരു 146 ചെയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ ലീവ് ചെയ്യുക, അടുത്ത ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇൻസേർട്ട്, യാൺ ഓവർ, എന്നിട്ട് സെയിം ഇതിലേക്ക് തന്നെ ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ ഒരു 145 ചെയിൻസിലും നിങ്ങൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഓരോ ചെയിനിലും ചെയ്തു പോവുക. അങ്ങനെ ഒരു എൻറ്റയർ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ 145 ചെയിൻസിലും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. ലാസ്റ്റത്തെ ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്ത ടേണിങ് ചെയിൻ ആയിരുന്നു. അത് കൂട്ടാതെ ടോട്ടൽ നമ്മൾ 146 ആയിരുന്നു. ലാസ്റ്റത്തെ ചെയിൻ ലീവ് ചെയ്തുകൊണ്ട് തന്നെ 145 ബാലൻസ് ചെയിനിലുള്ള എല്ലാത്തിലും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് എന്നുള്ള രീതിയിൽ ചെയ്തു പോവുക. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹാൻഡിൽ വരുന്നത്. ഇനി ജസ്റ്റ് അത് തമ്മിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ പുറം ഭാഗം വെച്ച് ചെയ്യരുത്. ഉൾഭാഗത്തേക്ക് ഇതേപോലെ പതുക്കെ ഒന്ന് സൂക്ഷിച്ച് നിങ്ങളതായിട്ടുള്ള രീതിയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഞാൻ വീഡിയോ ഷോർട്ടാക്കി ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കംപ്ലീറ്റ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലുള്ള വേറെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തന്നെ അത് ഒരു ചെറിയ ലോക്കിങ് പോലെ അങ്ങനെയും ആക്കിയെടുക്കാം. പല രീതിയിലും നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എന്നൊന്ന് കമൻറ്റ് വഴി പറയുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ കൂടെ എന്നോടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.